ഞാൻ ചുമ്മാ ചിരിച്ചതേയുള്ളൂ. ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരുന്നു. പുള്ളിക്കാരിയുടെ പേര് സ്നേഹ എന്നാണ്. പക്ഷെ എനിക്ക് വലിയ സ്നേഹം തോന്നിയില്ല. കാരണം ആന്റിക്ക് ഇപ്പോഴേ പുള്ളിക്കാരിയെക്കുറിച്ച് പറയാൻ 100 നാവാ. ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഇവിടെ നിന്ന് ആന്റി ഇവളെ പിടിച്ച് പൂജാരിക്ക് കെട്ടിച്ച് കൊടുക്കും. പൂജാരിയുടെ ഒക്കെ സെയിം പ്രായ പുള്ളിക്കാരിക്ക്. അവരുടെ നാട്ടിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ ലച്ചുവിന്റെ കൂടെ പഠിച്ചതാ കക്ഷി. ആകെ സ്വന്തം എന്ന് പറയാൻ ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ കക്ഷിക്ക്. അമ്മ മരിച്ചിട്ട് കുറച്ചായി. ആകെ സങ്കടത്തിലാണ് ആള്. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് വലിയ ഉഷാരം തോന്നിയില്ല. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ഫോൺ എടുത്ത് മുകളിൽ ചെന്ന് പൂജാരിയെ വിളിച്ചു. ഒരൊറ്റ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. നിങ്ങൾ ഉറങ്ങിയില്ല മനുഷ്യ? നീ എന്നെ ഉറക്കാമെന്നാണ് ഉരിപ്പ്? ആ അതെ, ഉറങ്ങിയോന്ന് അറിയണല്ലോ. ഉറങ്ങിയാൽ ഞാനിപ്പോ ഫോൺ എടുക്കൊടിപ്പൂല്ലേ. ആരെ കാത്തിരിക്കുക മനുഷ്യ, പോയി കിടന്നുറങ്ങിക്കൂടെ? എടിപ്പൂല്ലേ, ഞാൻ നീ വിളിക്കുന്ന നോക്കി ഇരിക്കായിരുന്നു. ഓ, അതെനിക്കങ്ങ് സൂഹിച്ചു. അവ സ്നേഹമൊക്കെ ഉണ്ട്. കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നെ കിടന്നുറങ്ങി. എത്ര സമയങ്ങളിലും ഞാൻ എന്നും ആന്റിയുടെ വീട്ടിൽ പോവും. വൈകുന്നേരം കുറെ നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിങ്ങ് പോരും. പക്ഷെ ഓരോ ദിവസം കൂടുന്തോറും ആന്റിക്ക് നമ്മളോട് മൈൻഡ് കുറഞ്ഞു വരുന്ന കാണുമ്പോൾ സങ്കടം വരും. ഇപ്പൊ എല്ലാത്തിനും സ്നേഹം മതി. എന്തു പറഞ്ഞാലും അത് ചെന്ന് നിൽക്കുന്ന സ്നേഹയിലാണ്. പക്ഷെ പൂജാരിക്ക് വലിയ മാറ്റമൊന്നുമില്ല. എന്ന് രാവിലെ ഞങ്ങൾ കാണാറുണ്ട്, രാത്രി വിളിക്കാറുമുണ്ട്. പക്ഷെ ആന്റിക്ക് അങ്ങനെയല്ല. എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവും. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളിക്കാരി വന്നിട്ട് ആകെ 4 ദിവസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആന്റിയെ കയ്യിലെടുത്തു. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ഞാൻ ഇന്നും അന്വേഷിക്കാറുണ്ട് പൂജാരിയോട്. അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ. അങ്ങേരെ തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഞാനാവും. ഇപ്പം ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് പോവാറില്ല. അവിടെ ചെന്നാൽ ഒരൊറ്റപ്പെട്ട ഫീലിംഗ് ആണ്. ആകെപ്പാടെയുള്ള സമാധാനം പൂജാരിയാണ്. ഇന്ന് നേരം വൈകിയാണ് പുള്ളി വന്നത്. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കുന്ന ആളാണ്. ഇന്നെന്തോ പതിവിന് വിപരീതമായി 2ാമത്തെ തവണ വിളിച്ചപ്പോഴാണ് ഫോൺ എടുത്ത്. ഹലോ. ആ എന്താ മോനെ, വലിയ ഉഷാറൊന്നുമില്ലല്ലോ. ആ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്നറിയില്ലേലും എന്നെ നെഞ്ച് ഉസൈൻ ബോൾട്ടിനേക്കാളും വേഗത്തിൽ ഓടാൻ തുടങ്ങി. അങ്ങേർക്ക് ബാഡാണെങ്കിൽ അതെനിക്കും ബാഡ് തന്നെയാവും. എന്താ? വിറയലോടുകൂടി ഞാൻ ചോദിച്ചു. ഇടി, സ്നേഹടച്ചൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഞെട്ടിപ്പോയി. അതേടോ, അങ്ങേര് അന്ന് തന്നെ. എങ്ങനെ? ഒരു ആക്സിഡന്റ് ആയിരുന്നു. അങ്ങേരെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലായിരുന്നു. ഇന്ന് ആ വഴിക്കൊന്ന് അന്വേഷിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. അവളോട് പറഞ്ഞോ? ഇല്ല. എങ്ങനെ പറയുന്ന? പിന്നെ എങ്ങനെ മനസ്സിലായി പുള്ളിയെ ആണെന്ന്? അവിടെ അച്ഛൻ്റെ ആ ഫ്രണ്ടിനെ കൊണ്ട് കൺഫേം ചെയ്യിച്ചു. ഇനി അഥവാ അങ്ങേരെ തന്നെ അല്ലെങ്കിൽ അവൾക്ക് വെറുതെ ഒരു ഷോക്ക് കൊടുക്കണ്ടല്ലോ. പക്ഷേ ഇന്നിനി എന്തായാലും പറയണ്ട. അത് തന്നെ ഞാനും വിചാരിക്കുന്നു. എന്തോ വിഷമം പോലെ. പിന്നെന്തോ സംസാരിക്കാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഉള്ളിൽ പുകയുകയായിരുന്നു. അവൾക്കിനി ആരുമില്ല എന്നത് ഒരേ സമയം എന്നിൽ സങ്കടവും ഭീതിയും നിറച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കുന്നോളം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട്. ഇന്നോളം മറ്റൊന്നും ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടില്ല. പൂജാരിയെ നഷ്ടപ്പെടുമെന്ന ചിന്ത എന്നിലൊരു കനൽക്കാറ്റ് വീശി. പൂജാരി കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് കൂടുതലാണ്. കാരണം ആന്റിയുടെ പെറ്റാണ് സ്നേഹ. പോരാത്തതിന് ആരോരുമില്ലാത്തൊരു കുട്ടിയും. കുറച്ച് ദിവസം മുമ്പ് അമ്മ സ്നേഹം കണ്ടപ്പോൾ ഇവളെ മാധവിനെ ആലോചിക്കാമെന്ന് ആന്റിയോട് പറഞ്ഞപ്പോൾ ആന്റിക്ക് സമ്മതക്കുറവൊന്നുമില്ലാന്ന് ആ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തതാണ്. പൂജാരി സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ ആരുമില്ലാത്ത അതിന് ഈ കല്യാണം ഒരു ആശ്രയമാവുമെങ്കിൽ എനിക്ക് പൂജാരിക്ക് വേണ്ടി ശാഠ്യം പിടിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് ഒരിക്കലും അതിനാവില്ല. ആരിൽ നിന്നൊന്നും പിടിച്ചു വാങ്ങി ശീലിച്ചിട്ടില്ല. അതിനുള്ള സാമർഥ്യവും ഇല്ല. എപ്പോഴോ നിദ്രാദേവി വന്ന് തലോടി. രാവിലെ തന്നെ ന്യൂസ് അവിടെ അറിഞ്ഞിട്ടുണ്ട്. കരച്ചിലും മറ്റും കേൾക്കുന്നുണ്ട്. ഞാനും അമ്മയും കുട്ടൂസൊക്കെ ആന്റിയുടെ വീട്ടിലേക്ക് നടന്നു. അവിടെ എല്ലാവരും സങ്കടത്തിലാണ്. സ്നേഹ വാടിയ പൂ പോലെ ഞെട്ടറ്റ് കിടക്കുന്നുണ്ട്. അവളെ അങ്ങനെ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം നെഞ്ചിലേക്ക് ഇരച്ചു കയറി. അന്ന് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്തു. നാട്ടിലൊക്കെ വിവരമറിയിച്ചു. ആന്റിയും പൂജാരി അങ്കിളുമൊക്കെ കൂടെ പോയി നാട്ടിലേക്ക്. ഇന്നലെ പൂജാരി വിളിച്ചിരുന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും ഇന്ന് വരുമെന്നറിഞ്ഞു. അവർ വരുന്ന കണ്ടപ്പോൾ തന്നെ അമ്മ വിശേഷം അന്വേഷിക്കാൻ പുറത്തിറങ്ങി. എൻ്റെ കണ്ണുകൾ സ്നേഹയെ തിരഞ്ഞു. പക്ഷെ അവളില്ല. അതെന്നിലൊരു ആശ്വാസം പടർത്തി. പോയിട്ട് എന്തായി? അമ്മയാണ്. അവിടുത്തെ കാര്യം കഷ്ടം. അങ്ങനെ പറയത്തക്ക കുടുംബമൊന്നുമില്ല. ഉള്ളവരൊക്കെ അകലം പാലിച്ച് നിൽക്കുന്നു. സ്നേഹിനി അവരുടെ തലയിലാവുമെന്ന് അറിയുന്നുണ്ടാവും. അതിൻ്റെ അവസ്ഥ എന്താ? പാവം കരഞ്ഞ് കരഞ്ഞ് പാതിയായി ഒരൊറ്റ ദിവസം കൊണ്ട്. എന്നാൽ പിന്നെ അതിനെങ്ങ് കൂട്ടിക്കൂടായിരുന്നോ? ഇപ്പോഴെങ്ങനെയാ? നമ്മളങ്ങനെ വേണ്ടപ്പെട്ടവരൊന്നല്ലല്ലോ. അവൾ ഒറ്റക്കായി എന്ന് തോന്നുമ്പോൾ ഇങ്ങ് കൊണ്ടുവരണം. ആന്റി അത് പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. പെട്ടെന്ന് കണ്ണു നിറയാൻ തുടങ്ങി. കരച്ചിൽ പിടിച്ചിർത്താൻ ഞാൻ പെടാപ്പാട് വിട്ടു.